ഇന്നലെ എന്നോട് താലി കെട്ടാൻ പറഞ്ഞില്ലേ? താലി കെട്ടാൻ തുടങ്ങിയപ്പോ ഇപ്പോ വേണ്ട, എല്ലാവരും അംഗീകരിച്ച് അവരുടെ അനുഗ്രഹത്തോടുള്ള താലികെട്ട് മതിയെന്ന് താൻ പറഞ്ഞില്ലേ? മോതിരേട്ടാ കുഴപ്പമില്ലല്ലോ. അതാ ഞാൻ നീലക്കല്ല് മോതിരം തന്നെ വാങ്ങിയത്. എന്തുകൊണ്ടാ നീലക്കല്ല് തന്നെ വാങ്ങിയത്? ബ്ലൂ എന്റെ ഫേവറേറ്റ് കളറാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ? വീനസ് ഗ്രഹത്തിന്റെ പ്രതീകമാണ് നീല. വീനസ് പ്രണയത്തിന്റെ ദേവത. എനിക്കറിയാം, വീനസ് പ്രണയദേവതയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് അറിയൊക്കെ ചെയ്യാം. നീലക്കല്ല് വെച്ച മോതിരം കണ്ടപ്പോ ഞാൻ ഇത് ഊഹിക്കുകയും ചെയ്തു. പ്രണയത്തെക്കുറിച്ചും വീനസ് പ്രണയദേവതയാണോക്കെ അറിയാലോ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും പ്രണയത്തിലെ. ഞാനേ സിറ്റിയിലെ നമ്പർ 1 മിക്സഡ് കോളേജിലാണ് പഠിക്കുന്നത്. പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ട്. എനിക്ക് എവിടെ നിന്നല്ല എന്തുമാത്രം പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? ആ പാവല്ലേ, മറ്റാരും തിരിഞ്ഞു നോക്കാത്ത ഒരാളല്ലേ എന്ന് കരുതി. സഹതാപം കൊണ്ടാ ഈ പ്രപ്പോസൽ അംഗീകരിക്കാന്ന് വിചാരിച്ചത്. ഓ അങ്ങനെ എന്നോടുള്ള സഹതാപം കൊണ്ട് ഞാൻ സമ്മതിച്ചു. കുട്ടിക്കുടിയേ മിറ്റിക്കുടിയേ തല തിരിഞ്ഞേ വര തെളിഞ്ഞേ കുട്ടിക്കുടിയേ ചിക്കിത്തിരിയേ പിരി പിരിഞ്ഞേ നിലമറിഞ്ഞേ പതി പതിയേ കിളി വിരിഞ്ഞേ മതി മറന്നേ മനോരാജ്യമേ നേരാ നീ കാണാൻ എന്ത് ചേല നീ മിണ്ടാൻ നേരം നേരാ നീ സാദാ സിൻഡറേല കുട്ടിക്കുടിയേ ചിക്കിത്തിരിയേ പിരി പിരിഞ്ഞേ നിലമറിഞ്ഞേ സാർ, ഋഷി സാറിന്റെ നാക്ക് കാര്യനാക്കാം. വണ്ടി പഞ്ചറാവൂന്ന് പറഞ്ഞതും പഞ്ചറായി. നാക്കിന് കുഴപ്പം തന്നെ, എന്റെ അല്ല തന്റെ. എന്തൊരു എക്സാഗ്രേഷൻ ആയിരുന്നു. ഹിൽ ടോപ്പിലേക്ക് മനോഹരമായ നടപ്പാത, ഇരുവശത്തും തേയിലത്തോട്ടത്തിന്റെ പച്ചപ്പ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ വന്ന വഴിയിൽ ഒരു ചെറിയ കട പോലും കണ്ടില്ല. പിന്നല്ലേ പഞ്ചറൊട്ടിക്കുന്ന സ്ഥലം. സാറേ, അത് ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലേ കടകളൊക്കെ ഉണ്ട്. അല്ല, സ്റ്റെപ്പിനി ഒന്നുമില്ലേ? സ്റ്റെപ്പിനി ഇല്ല, അതല്ലേ ടാസ്ക്. ഷോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്ക് എന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപരിചിതനായ ഒരു പുരുഷനുമായിട്ട് ഇവിടെ മലമുകളിൽ പെട്ടുപോയി എന്നറിഞ്ഞാ എന്തൊക്കെ പുകിലുണ്ടാവൂന്ന് അറിയോ? ആര് പറഞ്ഞു അപരിചിതനാണെന്ന്? ഇത്രയൊക്കെ പോരെ പരിചയം? ഓൾറെഡി പ്രൊപ്പോസൽ വരെയായി. എന്നിട്ടും എന്താ, പേടിയുണ്ടോ? അല്ല, ആരെയാ പേടിക്കുന്നേ? അമ്മയോ? അമ്മയും മുത്തശ്ശനെയും ചേച്ചിയും ഒക്കെ പേടിയാ. സിറ്റുവേഷൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ലേ? ടയർ പഞ്ചറായത് ഇപ്പൊ നമ്മുടെ കുറ്റം കൊണ്ടല്ലോ. പരിസരത്തെ ഹെൽപ്പിന് പോലും ഒരാളെ കിട്ടാത്തത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെ കാറും ഇതുപോലത്തെ റോഡും ഒക്കെ ആവുമ്പോ ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ. എന്റെ സാറേ, എനിക്കിതൊക്കെ മനസ്സിലാവും. പക്ഷെ വീട്ടില് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരിടത്ത് പെട്ടു എന്നറിഞ്ഞ അവിടെ ഇരിക്കുന്നവരത് ശരിയായ സെൻസിൽ ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പൊ എന്താ തന്റെ ടെൻഷൻ? അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. അമ്മയോ? അതിന് എന്റെ അമ്മയെ ഋഷി സാറിന് അറിയോ? പിന്നെ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ജസ്റ്റ് 2 minutes, ഐ ക്യാൻ മാനേജ്. അല്ല, എന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഇയാൾ ആരെയായിരിക്കും വിളിക്കുന്നത്? ഇനി ചേച്ചി എങ്ങാനും ആണോ? ഹലോ. ഹലോ ആന്റി, ഞാൻ ഋഷിയ.
മനസ്സിലായില്ലേ? അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ നമ്പർ തന്നില്ലേ? ആ ഋഷി തന്നെ. ആന്റിയുടെ മോളിപ്പോ എന്റെ കൂടെ ഉണ്ട്. എന്റെ മോളോ? അവളെങ്ങനെ? ആന്റിക്ക് എന്നെ അങ്ങോട്ട് പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. ഞാൻ ഋഷി. മനസ്സിലായി. ആ ആന്റിയുടെ മകൾ ഗോപികയില്ലേ? ഗോപിക എന്നെ ഒരു സൈറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. ഞങ്ങളിവിടെ ഹിൽ ടോപ്പിനടുത്ത് എത്തിയപ്പോ കാറിന്റെ ടയർ പഞ്ചറായി പോയി. ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. ശരിക്കും ഒരു റിമോട്ട് പ്ലേസ്. ആ മനസ്സിലായി. എന്റെ മോൾ എന്നോടൊപ്പം തന്നെയുണ്ട്. അത് എന്റെ മോളൊന്നും അല്ലടാ പൊട്ട. പക്ഷേ ഇപ്പൊ അത് പറയണോ? വേണ്ട. ഋഷി സാറിന്റെ കൂടെയല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല. മോൻ സൗകര്യം പോലെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടാ മതി. അല്ലാൻറ്റി, താഴേന്ന് പഞ്ചറിന്റെ ആളെ വിളിച്ച് ടയർ ശരിയാക്കി അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും. ഇവിടെ ഗോപിക അമ്മ വഴക്ക് പറയുന്നു പറഞ്ഞ് പേടിച്ചിരിക്കുക. അതാ ഒന്ന് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ആന്റി. അയ്യോ, ഇനി അവിടെ എന്തൊക്കെ നടക്കും? നേരം വൈകി വരുന്നു. അവര് രാത്രിയിൽ അവിടെ പെട്ട. അയ്യോ, അവിടെ പലതും നടക്കും. തടയാൻ എന്താ ഒരു മാർഗം? സാറേ, സാർ ഇപ്പൊ ആരോടെ വിളിച്ച് സംസാരിച്ച? ഗോപിയുടെ അമ്മയോട്. ആ സുലോചന ആന്റിയെ ഞാൻ പരിചയപ്പെട്ട കാര്യം ഗോപിയോട് ഞാൻ പറഞ്ഞില്ലല്ലേ? ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സുലോചന ആന്റി ഇടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. മുത്തശ്ശ, ചായ. മുത്തശ്ശ, ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി. പ്രിൻസിപ്പള് ആരോ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പോയി. ചെന്നപ്പോ ആ ഭദ്രനായിരുന്നു. അയാൾ ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പ്രിൻസിപ്പളിന്റെ മുന്നിൽ വെച്ച് അവനും ഞാനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു, എല്ലാവരെയും വിളിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ നാണം കെട്ടുപോയി മുത്തശ്ശ. പ്രിൻസിപ്പൾ മാത്രമല്ല, മിക്ക ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഞാനാണ് എങ്ങനെ സ്കൂളിൽ പോകും മുത്തശ്ശ? അവൻ അത്രയ്ക്കായ ഇതെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. അന്വേഷണം കൊണ്ട് ഞാൻ അവന്റെ വീട്ടിൽ ചെല്ല. ഏത് കല്യാണമോ തീരുമാനിച്ചോ ചോദിക്കാം. വേണ്ട മുത്തശ്ശ, അത് അയാളെ കൂടുതൽ വാശി കയറ്റേ ഉണ്ടാവുള്ളൂ. മര്യാദകേട് കാണിക്കുന്നവരോട് അതുപോലെ തിരിച്ചും കാണിക്കണം. അവന്റെ അസുഖം ഞാൻ തീർത്തു കൊടുക്കുക. നീ ഇത് കേട്ടോ, ആ ഭദ്രൻ ദേവികയുടെ സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കിയെന്ന്. സമാധാനമായാലും നിനക്ക്? അതിലും വലിയ പ്രശ്നമായിട്ടാ ഞാനിപ്പോ വരുന്നേ. ദേവിക, നിന്റെ പുന്നാര അനിയത്തി ഒരു ചെറുക്കനോടൊപ്പം ഏതോ മലയുടെ മോളിൽ പോയെന്നോ അവിടെ കുടുങ്ങിയെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. അയ്യോ മുത്തശ്ശ, കുടുങ്ങിയെന്നോ? എന്നെയോ ദേവിയെ വിളിക്കാതെ അവള് തന്നെ നിന്നെ വിളിച്ചത്? എന്നെ വിളിച്ചത് ആ ചെക്കന്. അയ്യോ, സുലോചന ആന്റി എന്റെ അമ്മയല്ല, അച്ഛന്റെ പെങ്ങളാ, അപ്പച്ചി. ഇതിപ്പോ അവര് നാട്ടുകാരോടൊക്കെ വിളിച്ച് പറഞ്ഞ് കുളമാക്കുമല്ലോ. ഓ, ആകെ നാണം കിടും. അപ്പോ ഈ സുലോചന അമ്മയല്ലേ? പിന്നെന്താ അന്ന് എന്നോട് മോള് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് വാചം ഓടിച്ചത്? ആ, അതവര് പറഞ്ഞത് അവരുടെ മോളെ പറ്റി തന്നെയാ, അഞ്ജിത. എന്റെ അമ്മ ഈ നാട്ടിൽ പോലും ഇല്ല, അമ്മ അങ്ങ് ദുബായിലാ. ഏതായാലും ടെൻഷൻ കുറയ്ക്കാന്ന് പറഞ്ഞ് സാറ് വിളിച്ച് എന്നെ കൂടുതൽ ടെൻഷനാക്കി. പക്ഷെ ഞാൻ ഗോപിക എന്ന് പറഞ്ഞിട്ടും അവര് മോളല്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ അവര് ഞാൻ മോളല്ലാന്ന് ഋഷി സാറിനോട് പറയാതിരുന്നത്? അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? അയ്യോ, നീ അവളെ വിളിച്ച് കാര്യം തിരക്കുമ്പോളെ. എന്താ അമ്മേ? നിക്ക്, പറയാം. അയ്യോ, എന്റെ ഫോൺ അടിക്കുന്നു. ചേച്ചിയാ? ഹലോ ഹലോ ചേച്ചി. മോളെ, നീ എവിടെയാ? എന്താ സംഭവിച്ചത്? ചേച്ചി, ഞാൻ ഋഷി സാറിന്റെ റിസോർട്ടിനെ പറ്റിയൊരു സൈറ്റ് കാണിക്കാൻ കൊണ്ടുവന്നതാ. ആ,
ഇവിടെ വെച്ച് സാറിന്റെ കാറ് പഞ്ചറായി. ഇവിടെ എങ്ങും ഒരു ഹെൽപ്പിന് ആരുമില്ല. അയ്യോ, ഞാനും സാറും ആകെ ടെൻഷനില്ല. എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മോളെ, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും ചെയ്യാം. മോളെ സൂക്ഷിക്കണേ. ആ ശരി ചേച്ചി. ആ എന്ത് ചെയ്യും മുത്തശ്ശ ഇനി? ഗോപിയുടെ സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നീ അത് എടുത്തോണ്ട് പോയി അവളെ വിളിച്ചോണ്ട് പോവാ. മോളെ അനീഷേട്ടനൊന്ന് വിളിക്കാവോ? എനിക്കങ്ങ് വയ്യ. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ചെയ്താൽ മതി. പോയി അന്വേഷണം വിളിച്ചോണ്ട് പോടി. പോ മോളെ. ഹോ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയാ ഇങ്ങനെ പെടാതിരിക്കും. അല്ലേലും അവക്ക് ഇത്തിരി അധിക പ്രസംഗം കൂടുതലാ, പറഞ്ഞാ കേക്കൂല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ല പേര് ദോഷവും കേൾപ്പിച്ചാ വെച്ചേക്കില്ല ഞാൻ അവളെ. എനിക്കും ഒരു മോളുണ്ട്, അവളുടെ ജീവിതം എനിക്ക് വലുത് തന്നെയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? പാതർന്ന കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. എന്താ മുത്തശ്ശ? അനീഷേട്ടൻ ബൈക്ക് കൊടുത്ത് എന്റെ കൂടെ ഒന്ന് വരാവോ? ഗോപികയെ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരാനാ. ഒരു സ്കൂട്ടറിൽ ഞാനും വരാം അനീഷേട്ടാ. അനീഷേട്ടാ, അവളുടെ കൂടെയുള്ള അവളുടെ കസ്റ്റമറിനെയും തിരിച്ചു കൊണ്ടുവരണം. അയാളുടെ കാറിന്റെ ടയർ പഞ്ചറായി എന്നാ പറഞ്ഞത്. രണ്ടുപേര് നിൽക്കുന്നിടത്തേന്ന് ഒരാളെ മാത്രം വിളിച്ചോണ്ട് വരുന്നത് എങ്ങനെയാ? അത് ശരിയാ. അനീഷേ, ഓ നീ ഇവിടെ ചെല്ല്. ആ ശരി മുത്തശ്ശ. ഗോപിക വിറയ്ക്കുന്നുണ്ടല്ലോ. തണുപ്പാണെങ്കിൽ കൂടി വരുന്നു. ഇക്കണക്കിന് ഇന്ന് രാത്രി ഇവിടെ എങ്ങനെ തങ്ങേണ്ടി വന്നാലോ? തങ്ങാനോ? കൊള്ളാം, നന്നായിരിക്കും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലേണ്ടി വരില്ല. ചേച്ചി എന്നെ തല്ലിക്കൊല്ലും. അയ്യോ, എനിക്ക് തണുക്കുന്നു. കണ്ടില്ല തണുത്ത കാറ്റ്? കിട്ടോ? പറഞ്ഞാണ് ആലില പോലെ വിറയ്ക്കുന്നു. പല്ല് കൂട്ടിയിരിക്കുന്ന ശബ്ദം താഴെ കേൾക്കും. വല്ല കാട്ടുമൃഗങ്ങളും ശബ്ദം കേട്ടു വരും. ഞാൻ ഈ ഹൈ റേഞ്ചിൽ തന്നെ ജനിച്ചു വളർന്നവളാ. എനിക്ക് ഈ തണുപ്പൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് സാറ് തന്നെ വെച്ചോ. അല്ല, രണ്ടുപേരും കൂടെ ഒറ്റക്കോട്ടായാലോ? അയ്യടാ, വെയില മനസ്സിരിക്കട്ടെ. ഒരു കോട്ടില് രണ്ടുപേരും. തണുപ്പുകൊണ്ട് രണ്ടുപേരും വിറയ്ക്കുന്നു. നല്ല രസമായിരിക്കും അല്ലേ? ഇവിടെ തന്നെ ജനിച്ചു വളർന്നവൾക്ക് മലയുടെ മുകളിൽ നേരം വൈകിയ മഞ്ഞ് വീഴുമെന്ന് അറിഞ്ഞൂടെ? ഒരു സെറ്റ് കൂടി കഴുതിക്കൂടായിരുന്നോ? കൊള്ളാം. വലിയ കാറിൽ എന്നെയും കൊണ്ട് വന്നിട്ട് ടയർ പഞ്ചറാക്കി എന്നെ പറ്റിക്കെന്ന് ഞാൻ അറിഞ്ഞോ? മഞ്ഞ കൂടി വരിക. ഇനി ഇരുട്ടും കൂടി വന്ന് മൂടിയ പിന്നൊന്ന് കാണാൻ പോലും പറ്റില്ല. നമുക്ക് കാറിലോട്ട് കയറിയിരുന്നാലോ? അത് നല്ല ഐഡിയ. വാ. വാ.
ഹലോ ചേച്ചി. ആ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണോ ഇപ്പോഴും? ആ, ആ, അതെ ചേച്ചി. ഒരു കാര്യം ചെയ്, നീ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്. പെട്ടെന്ന് വേണം, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞങ്ങളോ? ഞാനും അനീഷേട്ടനും. നിന്റെ കൂടെയുള്ള ആളുടെ കാറ് പഞ്ചറായി എന്നല്ലേ പറഞ്ഞത്? ആളെയും കൂടി താഴെ എത്തിക്കണ്ടേ? എത്തിക്കണം. ആ പെട്ടെന്ന് വേണം. അല്ല, അനീഷേട്ടൻ ഇപ്പൊ കൂടെ ഉണ്ടോ? ഇല്ല, അനീഷേട്ടൻ കുറച്ച് മുന്നില്ല. ഞാൻ കോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയതാ. നീ ആ ലൊക്കേഷൻ പെട്ടെന്ന് സെൻഡ് ചെയ്തേക്കണേ. ശരി ചേച്ചി. ഹരിയേട്ടൻ എന്തായി കാണിക്കുന്നേ? ആപ്പിളിൽ മരുന്ന് കുത്തി വെക്കുന്നോ? ആപ്പിളിനകത്ത് വിറ്റാമിൻ എ മുതൽ സി വരെ ഉണ്ട്. പക്ഷേ ഈ മരുന്ന് കൂടി കുത്തിവെച്ചാലേ വൈറ്റമിൻ ഡി കൂടി കിട്ടും. ഡി എന്ന് പറഞ്ഞാലേ ഡേഞ്ചർ. ഇവൻ അപകടം പിടിച്ച മരുന്ന്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തലച്ചോറിന് മതിഭ്രമം ഉണ്ടാക്കും. അതിന് സിദ്ധാർത്ഥന് ഇവിടെ ഇല്ലല്ലോ. എന്തോ മാറി കഴിച്ചു എന്ന് പറഞ്ഞ് മഠത്തിൽ തന്നെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കുകയല്ലേ ആ കള്ളസ്വാമി? അതിനാടി ഈ ആപ്പിള്. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. എന്നാ പിന്നെ എല്ലാ ഫ്രൂട്ട്സിലും മരുന്ന് കുത്തി വെച്ചൂടെ? ചെറിയ ഡോസായിട്ടേ ഉള്ളി ചെല്ലാവൂ. ഒരുമിച്ച് ഉള്ളി ചെന്നാലേ ആള് ചിലപ്പോ വടിയാകും. അവനെ നമുക്ക് ജീവനോടെ വേണ്ടേ? അതുകൊണ്ട് ഈ ചെറിയ ഡോസ് മതി. അതുകൊണ്ട് നീ വിട്ടുമാറാതെ ഇത് സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കണം. ഇവിടെ ഇരുന്നോണ്ട് മഠത്തിലുള്ള സിത്തുവിനെ എങ്ങനെ ഈ ആപ്പിള് കൊടുക്കുന്നേ? ഏട്ടൻ അവനെ കാണാൻ പോവുകയല്ലേ, അപ്പം നമുക്ക് കൂടെ പോകാം. അതിന് ഏട്ടൻ പോയല്ലോ. അയ്യോ, എപ്പോ? കുറച്ചു നേരം ആയെന്ന് തോന്നുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പോയി ഡ്രസ്സ് പറയിട്ട് വാ. ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ. ശരി ചെല്ലേ. എന്താ ഹരി? ഏട്ടൻ സിദ്ധുവിനെ കാണാൻ പോയ ഏട്ടാ? ഞാൻ പൊയ്ക്കൊണ്ടിരിക്കോടെ. എന്താ? അല്ല, ഏട്ടൻ എന്താ പറയാതെ പോയത്? ഞങ്ങള് ഏട്ടൻ്റെ കൂടെ അങ്ങോട്ട് വരാനിരുന്നതാ. അവനെ കാണാതിരുന്നിട്ടേ ഞങ്ങൾക്ക് വല്ലാത്ത ഒരു പ്രയാസം. നിനക്കിതെന്താ നേരത്തെ എന്നോട് പറഞ്ഞൂടായിരുന്നോ? നമുക്ക് ഒരുമിച്ചിറങ്ങിയാൽ മതിയായിരുന്നല്ലോ. അത് സാരമില്ല ഏട്ടാ, ഞങ്ങളെ ഒരു വണ്ടി എടുത്ത് അങ്ങോട്ട് വന്നോളാം. ആ ശരി ശരി, ഏതായാലും ലേറ്റ് ആക്കണ്ട. ഓ ശരി ഏട്ടാ, ശരി. ആ എന്നാ ശരി. നീ തീർന്നടാ, തീർന്നു. എന്താ പറ്റി സർ? എനിക്കെന്തോ സെൽഫ് കൺട്രോൾ കൈവിട്ട് പോകുന്നൊരു സംശയം. അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? അല്ല, ഞാൻ കുറച്ച് ഓവർ ഫ്രീഡം എടുത്തു എന്നൊരു സംശയം. അതൊക്കെ സാറിന്റെ തോന്നല. ഈ പ്രണയത്തിന്റെ കാര്യത്തില് ഞങ്ങളുടെ ജനറേഷൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാ. അല്ല, ഞാനിങ്ങനെ ബിഹേവ് ചെയ്താല് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? ഞാൻ ചുമ്മാ സാറിന് ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ. സാർ ഇത്രയും ജെന്റിൽമാൻ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായി നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയത്. ചേച്ചി അനീഷേട്ടനൊക്കെ വരുന്നു. ആ അത് ശരി, നിങ്ങൾ ഇത്രയും മുകളിൽ വന്നോ? ഈ റോഡിലൂടെ സ്കൂട്ടർ തന്നെ ഓടിച്ചു വരാൻ ബുദ്ധിമുട്ടാ, പിന്നെ കാറിന്റെ കാര്യം പറയണോ?
പഞ്ചർ വർക്ക്ഷോപ്പിൽ ഞാൻ സംസാരിച്ചു. അവർ പറയുന്നത് ഇന്നിന് വന്ന് നന്നാക്കാൻ പറ്റില്ലെന്നാ. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാ. കാട്ടുമൃഗങ്ങൾ ഇറങ്ങും. അതാ. ജീവനി കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കാറോടെ കിടക്കട്ടെ. രാവിലെ ആള് വന്ന് നന്നാക്കി തിരിച്ചുകൊണ്ടുവരും. അല്ല, സ്റ്റെപ്പിനി ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ സെറ്റാക്കാം. ഇല്ല, സ്റ്റെപ്പിനി ഇല്ല. ആ അപ്പൊ അത് നടക്കില്ല. അധികം സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, പെട്ടെന്ന് ഇവിടുന്ന് പോണം. അയ്യോ സാറേ, ഇവരെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് എന്റെ ചേച്ചി ദേവിക. ഇത് ഞങ്ങളുടെ ഏട്ടൻ അനീഷ്. ചേച്ചി, ഇത് ഋഷി സാർ. അയ്യോ, ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മോളെ ഗോപികെ, നീ വാ. അനീഷേട്ടാ, ഋഷി സാറിനെയും കൊണ്ടുവാ. ചേച്ചി, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. അനീഷേട്ടാ, നിങ്ങൾ കയറിക്കോ. എന്റെ അനിയനും ഭാര്യയാ, അവർക്ക് സിദ്ധുവിനെ കാണണമെന്ന്. അതിനെന്താ, കണ്ടോട്ടെ. നമസ്കാരം സ്വാമി. നമസ്കാരം. ഞങ്ങള് സിദ്ധാർത്ഥനെ ഒന്ന് കാണാൻ വന്നതാ. പറഞ്ഞിരുന്നു. അല്ല, ഇതെന്താ കയ്യില്? കുറച്ച് ഫ്രൂട്ട്സാ. കുറച്ച് നാളത്തേക്ക് പുറമേ നിന്നുള്ള ഭക്ഷണം ഇവിടെ അനുവദനീയമല്ല. സ്വാമി, ഞാനവന്റെ കൊച്ചച്ഛനാ. അവനാണെങ്കിൽ ആപ്പിൾ വലിയ ഇഷ്ടവുക. നിർബന്ധമാണെങ്കിലേ അത് ഇവിടെ കൊടുത്തേക്കും.